നമസ്കാരം. കൊച്ചി മെട്രോ റെയിൽ സ്വപ്നത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക്. കൈവിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഈ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ആദ്യ മെട്രോ ട്രെയിൻ പാലാരിവട്ടത്തേക്ക് പുറപ്പെടും. ഏറെ പ്രതിബന്ധങ്ങൾ താണ്ടിയാണ് കൊച്ചി മെട്രോ റെയിൽ യാഥാർത്ഥ്യമാകുന്നത്. ഇന്നലകളിലെ പ്രതിബന്ധങ്ങൾ, ഇന്നിൻ്റെ യാഥാർത്ഥ്യം, നാളുകളിൽ മെട്രോ റെയിലിലെ പ്രതീക്ഷകൾ എന്നിവയാണ് മാനത്തോളം മെട്രോ എന്ന ഈ പരിപാടി ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കൊച്ചി മുൻ മേയർ ടോണി ചെമ്മണി, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ ടെക്നിക്കൽ വിഭാഗം DGM സുമി നടരാജൻ, GCDA ചെയർമാൻ CN മോഹനൻ എന്നിവരാണ്. കൂടാതെ കൊച്ചി മെട്രോ റെയിലിനെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും കാത്തിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗവും. ആദ്യം ടോണി ചെമ്മണിയിലേക്ക്. 2004 DPR സമർപ്പിച്ചു. 2006 നിർമ്മാണം തുടങ്ങി. 2010 പൂർത്തിയാക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ അതൊക്കെ കഴിഞ്ഞാണ് കൊച്ചി മെട്രോ റെയിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പല കാരണങ്ങളാൽ തുടങ്ങുന്നത്. ഇപ്പോൾ ഏതായാലും ആദ്യഘട്ടം കമ്മീഷനിങ്ങിലേക്ക് അടുക്കുന്നു. കൊച്ചിയുടെ പുതിയ പ്രതീക്ഷയായ മെട്രോയെ നഗരം എങ്ങനെയാണ് വരവേൽക്കുന്നത്, എങ്ങനെയാണ് കാണുന്നത്? കൊച്ചി മെട്രോ റെയിൽ പദ്ധതി കൊച്ചി നഗര വികസനത്തിന് ഏറെ സംഭാവന ചെയ്യുന്ന ഒരു യാത്രാ മാധ്യമമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്. ഒരു നഗരത്തിൻ്റെ വികസനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ടത് ആ നഗരത്തിലേക്കുള്ള ആക്സസിബിലിറ്റിയാണ്. തീർച്ചയായും ആ ആക്സസിബിലിറ്റിയാണ് മെട്രോ റെയിൽ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. ഇപ്പോൾ കൊച്ചി നഗരം അനുദിനം വളരുമ്പോൾ ഈ നഗരത്തിലേക്ക് വരുന്ന യാത്രക്കാർ, അനവധി ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്നവർ, അവർക്ക് എളുപ്പത്തിൽ ഈ നഗരത്തിലേക്ക് വരാനും ഈ നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനും ആവശ്യമായ സമാന്തരമായ നൂതനമായ യാത്രാ സംവിധാനം വേണം. നാളിതുവരെ നമുക്ക് റോഡ് ഗതാഗതത്തിൽ മാത്രം ഊന്നിയായിരുന്നു നഗര ഗതാഗതം. പക്ഷേ ആധുനികമായ യാത്രാ മാധ്യമങ്ങൾ മെട്രോ റെയിൽ കടന്നു വരുമ്പോൾ കൊച്ചിയുടെ നഗര വികസനത്തിന് അത് ഏറെ വിപ്ലവകരമായ മാറ്റം വരുത്തുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. KMRL ടെക്നിക്കൽ DGMയിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ശ്രീ CN മോഹനിലേക്ക്. കൊച്ചി മെട്രോ റെയിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ കൊച്ചിയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ഏതാണ്ട് പൂർണ്ണമായ പരിഹാരം ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി കൊച്ചി നഗരത്തിലെ യാത്രാ സംവിധാനത്തെ പരിഹരിക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവയ്പ്പാവും. തീർച്ചയായും. പക്ഷേ അതുകൊണ്ട് കൊച്ചി നഗരത്തിൻ്റെ മുഴുവൻ യാത്രാ സംവിധാനത്തിനും പരിഹാരമാവുന്നുള്ള കാഴ്ചപ്പാട് കൊച്ചി മെട്രോയ്ക്ക് പോലും ആ കാഴ്ചപ്പാടില്ല. നമ്മുടെ ഈ കൊച്ചി നഗരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്ലാന്റ് സിറ്റി അല്ല. പ്ലാന്റ് സിറ്റി ആയിട്ടുള്ള പ്രദേശം കൊച്ചി നഗരത്തിൻ്റെ വളരെ ചെറിയ ചില പ്രദേശം മാത്രമേ ഉള്ളൂ. ഈ റോഡുകളൊന്നും പ്ലാന്റ് അല്ല. വാസ്തവത്തിൽ കൊച്ചി നഗരത്തിൻ്റെ അകത്ത് ഈ മെട്രോയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നേരത്തെ 2 ലൈൻ ട്രാഫിക് ആയിരുന്നത് 4 ലൈൻ ട്രാഫിക് ചെയ്തത്. അത് കൊച്ചി മെട്രോ ചെയ്തതാണ്. DMRCയും കൊച്ചി മെട്രോയും കൂടി ചെയ്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ട്രാഫിക്കിന് കൂടുതൽ സൗകര്യം ഉണ്ടാക്കിയത്. അവരാണ് ഉണ്ടാക്കിയത്. അതെ. പിന്നെ നഗരത്തിലേക്ക് സ്വാഭാവികമായിട്ട് ഇത് ആരംഭിക്കുന്ന കാലത്ത് എല്ലാവർക്കും ഉണ്ടായിരുന്ന ആശങ്ക ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഈ കൊച്ചി മെട്രോ പ്രവർത്തനം കൊണ്ട് നഗരം ആകെ കുഴപ്പത്തിലാവുന്നതാണ്. പക്ഷേ അതല്ലാന്ന് തെളിഞ്ഞു കഴിഞ്ഞു യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ട കാര്യം വെച്ചാൽ ഈ കൊച്ചി നഗരത്തിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഭാഗം എന്ന് വെച്ചാൽ 2 ഭാഗത്തൂടെ. ഒന്ന് അങ്കമാലി ഭാഗത്തു നിന്ന് വരുന്ന MC റോഡ് കവർ ചെയ്തതിനു ശേഷം വരുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ആൾക്കാർ. 2 നഗരത്തിൻ്റെ കിഴക്കൻ മേഖലയ്ക്കത്തുള്ള കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാർ. വൈക്കം നിന്നെല്ലാം വരുന്ന ഭാഗത്ത് തൃപ്പൂണിത്തുറമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആലുവയിൽ നിന്നും പേട്ടയിലും തൃപ്പൂണിത്തുറയ്ക്ക് അടുത്തുള്ള പേട്ടയം ജില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കൊച്ചി നമ്മുടെ ഇന്ത്യക്കകത്തുള്ള നഗരങ്ങളിലെ എല്ലാ മെട്രോകളും ആ നഗരത്തിൻ്റെ അകത്തുള്ള എയർപോർട്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ കൊച്ചി മെട്രോയിൽ ആദ്യം അത് കണ്ടിരുന്നില്ല. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇനി ചെയ്യേണ്ട ഏറ്റവും അടിയന്തരമായിട്ടും നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നീട്ടണം. അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറയിൽ നീട്ടി വയ്ക്കണം. തീർച്ചയായും ഈ 2 മെട്രോ സംവിധാനം ആവുമ്പോഴത്തേക്കും നമ്മുടെ സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലായിരിക്കണം ഇതിൻ്റെ ഒരു അവസാനിക്കേണ്ടത്. അതിൻ്റെ പ്രാന്തപ്രദേശത്തായിരിക്കണം. ഉദാഹരണം പറഞ്ഞാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒരു ദിവസം ഏകദേശം 3000 കാറുകളുടെ ട്രിപ്പുകൾ ഉണ്ടെന്നാണ്. അപ്പോൾ ആ ട്രിപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ട്രിപ്പ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മെട്രോ വന്നാൽ സ്വാഭാവികമായിട്ടും ഒരു ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രാവലിംഗ് ഉണ്ടാവും, മറ്റേ യാത്ര ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എയർപോർട്ടിന് അടുത്തുള്ള ആൾക്കാർക്ക് നേരെ അവിടെ നിന്ന് ഇതിലേക്ക് മെട്രോയിൽ കയറിയതിന് ശേഷം സിറ്റിക്കകത്ത് വരാൻ പറ്റും. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ എറണാകുളം നഗരത്തിൻ്റെ അകത്തേക്ക് വരുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാവും. ആലുവയിൽ നിന്ന് പുറപ്പെടുന്ന ബസ്സുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാവും. അപ്പോൾ ആ കുറവ് വന്നാൽ നഗരത്തിൻ്റെ യാത്രയ്ക്കകത്ത് വലിയ സൗകര്യം ഉണ്ടാവും. വാസ്തവത്തിൽ ഇപ്പോൾ നമ്മുടെ നഗരത്തിൽ കൊച്ചി മെട്രോയുടെ പ്രവർത്തന ഫലമായി നമ്മുടെ റോഡുകൾ, ഈ മെയിൻ റോഡ് NH മാത്രമല്ല, അതിൻ്റെ അഡ്ജാസൻ്റ് ആയിട്ടുള്ള അതിൻ്റെ റോഡുകളും ആ റോഡുകൾ നന്നാക്കിയതുള്ള വസ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ പോലെ തന്നെ അതൊരു ചെറിയ പ്രശ്നമുള്ളത്. വാസ്തവത്തിൽ നഗരത്തിൻ്റെ ഭാഗമായിട്ട് ഈ മെട്രോ അതെല്ലായിടത്തും ഉണ്ടായ പ്രശ്നം തന്നെയാണ്. അവിടുത്തെ വ്യാപാരികൾക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി വ്യാപാരികളുടെ ഷോപ്പുകൾ അടച്ചുപോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് കൊച്ചി മെട്രോ തന്നെ മെട്രോയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഈ സ്റ്റേഷനുകളിലും മറ്റും കൊടുക്കുന്ന ഷോപ്പുകളിലൊക്കെ വ്യാപാരികൾക്കൊരു പ്രയോറിറ്റി കൊടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ പ്രശ്നത്തിന് പരിഹാരമാവും. മാത്രമല്ല ഈ സ്റ്റേഷനോടനുബന്ധിച്ച് അവർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും സ്റ്റേഷനോടനുബന്ധിച്ച് നല്ല ഒന്നാന്തരം വ്യാപാര സമുച്ചയങ്ങൾ ഇനി വളർന്നു വരും. അപ്പോൾ കൊച്ചി മെട്രോ
നമുക്ക് നമ്മുടെ നഗരത്തിൻ്റെ വികസനത്തിന് വലിയ സഹായമാണ് ചെയ്തിട്ടുള്ളത്. ശ്രീമതി സുമി നടരാജൻ, കൊച്ചി മെട്രോ വരുന്നത് കൊച്ചി നിവാസികളെ മാത്രമല്ല കൊച്ചിയിലെത്തുന്ന കേരളീയരായ എല്ലാവരും അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നിലവിലുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ആകാംക്ഷ എന്ന് പറയുന്നത് പാലാരിവട്ടം വരെയാണ് ആദ്യ സ്ട്രെച്ച് എന്ന് പറയുന്നത്. പാലാരിവട്ടത്തേക്ക് ഇത്രയധികം ആളുകൾ ചെന്നിറങ്ങുമ്പോൾ അവിടെ ഒരു തിക്കും തിരക്കും ഉണ്ടാവില്ലേ? അതെങ്ങനെ കൈകാര്യം ചെയ്യാനാകുമെന്നുള്ളതാണ്. എന്താണ് KMRL ഇത് സംബന്ധിച്ചുള്ള പഠനം അല്ലെങ്കിൽ നിഗമനം എന്താണ്? ഫസ്റ്റ് സ്ട്രെച്ച് എന്തായാലും ആലുവ മുതൽ പാലാരിവട്ടം വരെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പാലാരിവട്ടത്ത് ഇത്രയും ആൾക്കാർ വന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ ട്രാഫിക് മാനേജ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഉള്ളൊരു ഡിസ്കഷൻ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു മെട്രോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 2-3 മാസത്തേക്ക് ഒരു ജോയ് റൈഡ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ വിവിധ സ്ഥലത്തുനിന്നും എല്ലാ ആൾക്കാർ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ എല്ലാവരും വരും. തീർച്ചയായും. അപ്പം വന്ന് ഇറങ്ങുമ്പോൾ അതിന് വേണ്ടിയിട്ട് ട്രാഫിക് മാനേജ്മെൻറ്റ് കാര്യങ്ങളും അതെല്ലാം ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് അനുബന്ധമായിട്ട് ഉള്ള പാർക്കിംഗ് ഏരിയ വരുന്ന ആൾക്കാർ വേറെ കാറിലോ വലിയ വണ്ടികളോ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റേഷൻ്റെ അടുത്തുള്ള പാർക്കിംഗ് ഏരിയാസ് ഞങ്ങൾ നോക്കുന്നുണ്ട്. പിന്നെ ടാക്സീസ് അല്ലെങ്കിൽ ഓട്ടോസ് കൊണ്ടുവന്ന് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഞങ്ങൾ എന്തായാലും സൈനേജ് വെച്ച് ചെയ്യുന്നുണ്ട്. അല്ല, പാർക്കിംഗ് ഏരിയകളെ കുറിച്ച് പറയുമ്പോൾ എല്ലാ സ്റ്റേഷനുകളിലും നിലവിൽ പാർക്കിംഗ് സംവിധാനം ഇല്ല എന്ന് കരുതുന്നു. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് പൂർണ്ണവുമല്ല, വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ സാധിക്കും? ഇപ്പം നമ്മൾ ഡൽഹി മെട്രോ നേരത്തെ ഓൾറെഡി ചെയ്തിരിക്കുന്ന മെട്രോ സ്റ്റേഷൻസ് മെട്രോകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും പാർക്കിംഗ് സിസ്റ്റം ആദ്യം തന്നെ കൊടുത്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നാഷണൽ അർബൻ ട്രാൻസ്പോർട്ട് പോളിസി അനുസരിച്ച് പബ്ലിക്കിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാൻ എൻകറേജ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പാർക്കിംഗ് ഏരിയ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ കാറിലോ ബൈക്കിലോ വന്ന് നിന്നിട്ടാണ് പാർക്കിംഗ് ഏരിയ യൂസ് ചെയ്തിട്ടാണ് മെട്രോ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഫീഡർ സർവീസസ് യൂസ് ചെയ്ത് മെട്രോയിൽ വന്ന് അതുപോലെ തന്നെ ഫീഡർ സർവീസസ് യൂസ് ചെയ്ത് തിരിച്ച് വീട്ടിൽ പോവുക, അതാണ് ഇതിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ഐഡിയ. നമ്മുടെ പ്രൈവറ്റ് വണ്ടികൾ സിറ്റിയിലോട്ട് ഇറക്കാതെ ഇരിക്കാൻ മാക്സിമം നോക്കുക. അതുകൊണ്ടാണ് പാർക്കിംഗ് സിസ്റ്റം അധികം കൊടുക്കരുതെന്നുള്ള ഒരു പോളിസി തന്നെ നാഷണലായിട്ട് ഇറക്കിയിട്ടുള്ളത്. ഹർത്താൽ ദിനങ്ങളിൽ പോലും മുടക്കം കൂടാതെ നടന്ന കേരളത്തിലെ അപൂർവം പദ്ധതികളിലൊന്നാണ് കൊച്ചി മെട്രോ എന്നുള്ളത്. ഒരു മലയാളിയുടെ മാറുന്ന തൊഴിൽ സംസ്കാരത്തിൻ്റെ കൂടി ഒരു ഉദാഹരണമല്ലേ കൊച്ചി മെട്രോ എന്ന് പറയുന്നത്? അങ്ങനെ തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഈ നമ്മുടെ മെയ് ദിനം അതുപോലെ ഹർത്താലുകൾ, ഇത്തരം കാര്യങ്ങളിലെല്ലാം അങ്ങനെ ചെയ്യാൻ ആവശ്യമായ സഹകരണം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സമയത്ത് ഇത്രയെങ്കിലും ആയത്. പിന്നെ ഇത് ഇപ്പോഴത്തെ നിലയിൽ താമസിച്ചു എന്ന് വലിയതിൽ അർത്ഥമില്ല. കാരണം വെച്ചാൽ കൊച്ചി പോലുള്ള നഗരത്തിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞതാണ് പ്ലാൻഡ് സിറ്റി അല്ലാത്ത ഒരു പ്രദേശത്ത് വളരെ ചെറിയൊരു സൗകര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് മെട്രോയുടെ ഈ ടീമിന് രാത്രിയൊക്കെ നമ്മൾ സാധാരണ എറണാകുളം ടൗണിൽ പോകുന്ന ആൾക്കാർ നേരെ പോകുന്ന കണ്ണടച്ച് വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ രാത്രി ചിലപ്പോൾ പഴയ പോലത്തെ ചെല്ലില്ല. കാരണം അവരെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ബ്ലോക്ക് ചെയ്ത് ആയിരക്കണക്കായിട്ടുള്ള തൊഴിലാളികളും ഈ മെട്രോയിലെ ടീമും അവർ രാത്രി ഉറക്കമിളച്ച് ചെയ്ത വർക്കാണ്. അപ്പോൾ ആ വർക്കിൻ്റെ അകത്ത് ഒന്ന് അവരുടെ എഫേർട്ട്, രണ്ട് നമ്മുടെ എല്ലാ ജനങ്ങളുടെയും എല്ലാ ട്രേഡ് യൂണിയൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ എല്ലാം തുറന്ന ഒരു സഹായത്തോടും സഹകരണത്തോടും കൂടിയാണ് ഇത്രയുടെ തന്നെ എത്തിക്കുന്നത്. ഇതൊരു കുറവായിട്ട് കാണേണ്ടതില്ലെന്ന്. ശ്രീമതി സുമി നടരാജൻ, ഒരു കാര്യം കൂടി, കൊച്ചി മെട്രോ ആദ്യഘട്ടം ഈ മാസം അവസാനമോ അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ ആദ്യമോ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എത്രമാത്രം പ്രവർത്തന സജ്ജമാകും? പൂർണ്ണമായും ഈ 11 സ്റ്റേഷനുകളും 100% പ്രവർത്തന സജ്ജമാകുമോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പം ആലുവ മുതൽ പാലാരിവട്ടം വരെ 13 കിലോമീറ്ററാണ്. ഈ 13 കിലോമീറ്ററിൽ 11 സ്റ്റേഷൻസ് ആണ്. 11 സ്റ്റേഷൻസിൽ ഞങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നത് 9 സ്റ്റേഷൻസ് കംപ്ലീറ്റഡ് ആണ്. എടപ്പള്ളിയും ചങ്ങമ്പുഴയും ഈ 2 സ്റ്റേഷൻസിൽ കുറച്ച് ഒരു സൈഡിൽ LHH സൈഡും റൈറ്റ് സൈഡെന്നും പറയും, 2 സൈഡുകളായിട്ട് പൂർണ്ണത വരില്ല. നമ്മൾ ROD വരും. ROD എന്ന് പറയുന്നത് റവന്യൂ ഓപ്പറേഷൻ ഡേറ്റ് ആണ്. അതായത് റവന്യൂ കിട്ടുന്ന ദിവസം മുതൽ കൊച്ചി മെട്രോയ്ക്ക് റവന്യൂ കിട്ടുന്ന ദിവസം മുതൽ നമ്മൾ ഓപ്പറേഷൻ തുടങ്ങുമ്പോൾ എടപ്പള്ളിയും ചങ്ങമ്പുഴയും കംപ്ലീറ്റ് ആയിരിക്കില്ല. ബാക്കിയുള്ള സ്റ്റേഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും. പക്ഷേ ഇത് കംപ്ലീറ്റ് അല്ലെങ്കിൽ പോലും നമുക്ക് അതിൽ കൂടെ പാസഞ്ചേഴ്സിന് കയറാനും ഇറങ്ങാനും യൂസ് ചെയ്യാനും എല്ലാം പറ്റും. എന്താ വെച്ചാൽ ഒരു സൈഡ് കംപ്ലീറ്റഡ് ആണ്. കൊച്ചിയെ സംബന്ധിച്ച് മെട്രോ റെയിൽ ഒരു പുതിയ സംസ്കാരമാണ്. തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടകയിലോ ഒക്കെ ചെല്ലുമ്പോൾ മെട്രോ റെയിലിൽ കയറിയിട്ടുള്ളവരാണ് കൊച്ചിയിലെ ആളുകളിൽ പകുതിയെങ്കിലും. സ്വന്തം നാട്ടിൽ കൂടി കൊച്ചി ഒരു മെട്രോ റെയിൽ വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നറിയാൻ ആകാംക്ഷയോടു കൂടിയാണ് ഈ ഇരിക്കുന്ന ആളുകൾ ഇരിക്കുന്നത്. അവരിലേക്ക് വരാം ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം.